أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ശ്രോതാക്കളെ, ഈ മാസം ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് തങ്ങളുടെ മാസമാണ്. അതുകൊണ്ട് തന്നെ അവരെ ഒന്ന് ഓർമ്മപ്പെടുത്തുക എന്ന ഒരൊറ്റ ലക്ഷ്യം വെച്ച് നിങ്ങളുടെ മുമ്പിൽ വന്നതാണ്. ആരാണ് റിഫായി ശൈഖ് തങ്ങൾ? എന്തായിരുന്നു അവിടുത്തെ പ്രവർത്തന മേഖല? ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ അവരുടെ മൗലിദ് ഓതാനും അവരിലേക്ക് ഫാത്തിഹ, ഇഖ്ലാസ്, മഅ്വദത്തൈനി കഴിവിൻ്റെ പരമാവധി അത് ഏത് സാധാരണക്കാർക്കും നടത്തത്തിൽ ഓതാൻ പറ്റുന്ന ഒന്നാണ്. അതോടുകൂടെ ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സലാത്തിൻ്റെ പ്രത്യേകത നമ്മൾ വ്യക്തമായും മനസ്സിലാക്കണം. അത് ഉത്തരം കിട്ടാതെ ഇല്ല എന്നുള്ള ഒരു ഇബാദത്താണ് സലാത്ത്. അതിന് ഉത്തരം കിട്ടുക തന്നെ ചെയ്യും, അതിന് പ്രതിഫലം കിട്ടുക തന്നെ ചെയ്യും. ഹദിയ ചെയ്യാൻ സാധാരണക്കാർക്ക് ഏറ്റവും നല്ലത് സലാത്ത് ചൊല്ലലാണ്. അതും കൂടി ഈ കൂട്ടത്തിൽ ഞാൻ ഉണർത്തട്ടെ. കാരണം സലാത്ത് ഒരു പക്ഷേ നമ്മൾ അടുത്തുള്ളവനെ ദേഷ്യം പിടിപ്പിക്കാനാ ചൊല്ലിച്ചാൽ അതിനും കൂരിട്ടും, പിന്നെ സമാസക്ക് ചൊല്ലി, അല്ലെങ്കിൽ ഏതോ ഗഫലത്ത് ഏതോ ചിന്തയിൽ ഇങ്ങനെ സലാത്ത് ചൊല്ലിവിട്ട്, അല്ലേ എന്തോ ഒരു ആവശ്യം നേടാൻ വേണ്ടി സലാത്ത് ചൊല്ലിവിട്ട്, ഇതിനൊക്കെ കൂരിട്ടും. എന്നാൽ അള്ളാൻ്റെ ദിക്റിന് ഇത്ര വലിയ പവർ അള്ളാഹ് വെച്ചിട്ടില്ല. കാരണം അള്ളാൻ്റെ ദിക്റ് സ്വീകാര്യയോഗ്യമാവണമെങ്കിൽ അതിൻ്റെ ലഫ്ളുകൾ യോജിക്കണം. അതോടുകൂടെ തന്നെ അതിന് ചില നിബന്ധനകളുണ്ട്. സലാത്തിന് കൂലി കിട്ടുക എന്നതിന് അതിന് നിബന്ധന വെച്ചിട്ടേ ഇല്ല. നിബന്ധന എന്ന ഒന്നതിനില്ല. എന്നാൽ കാമിലായ സലാത്താവണമെങ്കിൽ, അതാണ് കാമിലായ സലാത്താവണമെങ്കിൽ അതിന് നിബന്ധനയുണ്ട്. ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ അതിന് കുറേ നിബന്ധനകൾ പറഞ്ഞിട്ടുണ്ട്. എന്നാലേ കാമിലായ സലാത്താവുള്ളൂ. കൂലി കിട്ടാൻ സലാത്തിന് നിബന്ധന ഇല്ല. അത് അതിൻ്റെ പവർ കൂടിയും കുറഞ്ഞും കൂലി ഉണ്ടാവും, അതനുസരിച്ചുണ്ടാവും. ഇൻഷാ അല്ലാഹ് സലാത്ത് ചൊല്ലിയിട്ട് അവിടത്തേക്ക് നമുക്ക് റിഫായി ശൈഖ് തങ്ങളുടെ പേരിലേക്ക് നമുക്ക് ഹദിയ ചെയ്യുകയും ചെയ്യാം. ആരാണ് റിഫായി ശൈഖ് തങ്ങൾ? ദീനി ദഅവയുടെ മകുടോദാഹരണമാണ് റിഫായി ശൈഖ് തങ്ങൾ. ദീനി ദഅവ അവിടുന്ന് എന്താണോ ദീനിയായ ദഅവ, ദീൻ എന്താണോ ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തെ കിറാമും കാണിച്ചു തന്ന ദീനുൽ ഇസ്ലാം എന്താണോ അത് അങ്ങനെ തന്നെ നമുക്ക് ശേഷക്കാർക്ക് പകർന്നു കൊടുത്ത ഒരു മഹാനാണ് അവരും. അത് പറഞ്ഞു തീർക്കാൻ മാത്രം കഴിവുള്ള ഒരു മഹലോക്ക് ഇപ്പം ജീവിച്ചിരിപ്പുണ്ടോ എന്ന് തോന്നുന്നില്ല. അത് ഖിളർ നബി ഇസ്ലാം ഉണ്ട് കേട്ടോ. ഞാൻ അത് മറന്ന് കളിക്കുകയും വേണ്ട, അത് മറന്നിട്ട് നമുക്ക് കളിച്ചൂടാ. പറഞ്ഞുതരാൻ പറ്റിയ ആൾ ജീവിച്ചിരിപ്പുണ്ട്, പക്ഷെ നമ്മളാരും കാണുന്നതിൽ ഇല്ല. ഏതാട്ടെ, കുറഞ്ഞ ഭാഗങ്ങൾ എടുക്കുക. തൽക്കാലം നമ്മൾ അതിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ട് സ്വലാകുക, ഇത്ര മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് തങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരൊറ്റ ഹദീസ് അങ്ങ് ഹൃദയത്തിൽ പതിഞ്ഞു. കരള് പച്ചയായ ആർക്ക് ഗുണം ചെയ്താലും, ഏത് ജീവിക്ക് ഗുണം ചെയ്താലും അത് അള്ളാഹിൻ്റെ അടുത്ത് യോഗ്യമാണെന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ്. ഇത് ഹൃദയത്തിൽ അങ്ങ് പതിഞ്ഞപ്പോൾ രോഗം വന്ന് വിഷമിക്കുന്ന ഒരു നായയാണ് മുന്നിൽപ്പെട്ടത്. എടുത്തുകൊണ്ടുപോയി ആ നായയെ ശുശ്രൂഷിച്ചു, സുഖപ്പെടുത്തി, ഗംഭീരമായി പവറുള്ള നായയാക്കി മാറ്റിയെങ്കിലും എന്തേ അതിന് പ്രചോദനം ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഒരു ഹദീസാണ്. ഈ ഒരൊറ്റ ഹദീസ് കൊണ്ട് മഹാനര് ചെയ്തതാണത്. പിന്നെയോ തീർന്നിട്ടില്ല, എണ്ണിയാൽ ഒടുങ്ങാത്ത പ്രവർത്തനങ്ങളാണ്. പിന്നെന്താണ് ചെയ്തത്? കള്ളം വന്നങ്ങാണ്ട് വീട്ടിൽ നിന്ന് സാധനം കട്ടുകൊണ്ട് പോവുക. ഗോതമ്പ് ചാക്കിലാക്കുന്ന സമയത്താണ് മുന്നപ്പെട്ടത്. അന്നേരം വേറൊന്നും ഓർമ്മ ഉണ്ടായില്ല. കരള് പച്ചയായവർക്ക് ഗുണം ചെയ്യുക എന്നതാണ് മനസ്സിലുണ്ടായത്. അതിൻ്റെ പിന്നിലൊരു തർബീയത്തുണ്ട് കേട്ടോ. അത് ഒന്ന് തന്നെ പറഞ്ഞാണ്ട് മറ്റത് ഇല്ലാതാക്കിക്കൂടാം. വലിയൊരു തർബീയത്ത് അതിലുണ്ട്. അതും ഗുണം ചെയ്യലാണ്. കരള് പച്ചയായതിനെ ഗുണം ചെയ്യലാണ്. കട്ട് ചാക്കിലാക്കുന്ന സമയത്ത് പതുക്കെ ചെന്നിട്ട് പറഞ്ഞ്, മോനെ എനിക്ക് നല്ല ഗോതമ്പ് ഞാൻ വേർത്തരാം, ഇത് അത്ര നല്ലതല്ല എന്ന് പറഞ്ഞിട്ട് അപ്പുറത്തുള്ള നല്ലത് ചാക്കിലാക്കി കൊടുത്തതിന് ശേഷം എന്ത് ചെയ്ത് എടുത്ത് തലയിൽ ചുടുക്കാൻ നോക്കണേരെ പറഞ്ഞ്, അല്ല ഒരു പക്ഷേ ഈ ഗോതമ്പുമായിട്ട് നീ ഇപ്പോൾ പോയാൽ നീ കട്ട് കൊണ്ടുവരികയാണ് എന്ന് പറഞ്ഞിട്ട്
നാട്ടുകാരെന്നെ പിടിച്ചു പരിക്ക് പറ്റിക്കും. അതിനുകൊണ്ട് നീ ബുദ്ധിമുട്ടണ്ട, ഞാൻ ഈ നാട് കടത്തി എനിക്ക് കയ്യിൽ എത്തിച്ചേരാം എന്ന് പറഞ്ഞ് കൂടെ പോയി യഥാസ്ഥാനത്ത് എത്തിച്ചു കൊടുത്തു. ഇത് ഹൃദയത്തെ തർബിയത്ത് ചെയ്തതായിരുന്നു. അതാണ് പറഞ്ഞത്, ചില ആളുകൾ തെറ്റൊക്കെ ചിലപ്പം ചെയ്തു പോവാം, അതുകൊണ്ട് പൂർണ്ണമായിട്ടും തള്ളണ്ട. ഒരു പക്ഷേ നന്നായേക്കാം. ഇതുകൊണ്ടാണ് നമ്മൾ വിധേയികളോട് പ്രസംഗിക്കുന്നതും അവരിടയിൽ ഇടയ്ക്കിടയ്ക്ക് ഇടപെടുന്നതും ഈ ഒരു കാരണം കൊണ്ടാണ്. പിന്നെ പൂർണ്ണമായി നന്നാത്ത നിഫാക്കിൻ്റെ അയലുകാരുണ്ടാവും, അവരെ തള്ളിക്കോളണം. അപ്പം എന്തുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും തെറ്റൊക്കെ ചെയ്തു പോയി, ചില ആൾക്കാർ തെറ്റ് ചെയ്തു, നിസാര തെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് ചെയ്തു പോയാൽ അതിനിട്ട് സകാരിച്ചിട്ട് മാനം കെടുക്കുന്ന ഒരവസ്ഥ ശ്രദ്ധയിൽപ്പെടാറുണ്ട്. അങ്ങനെ പാടില്ല. തിരുത്താൻ വല്ല മാർഗം ഉണ്ടോ എന്ന് നോക്കുക. തിരുത്തൂലാന്ന് കണ്ടാൽ പിന്നെ നീക്കിക്കാളാം. അതാണ് ചെയ്യേണ്ടത്. ഏതായാലും ഈ പിന്നെ ഗോതമ്പ് കക്കാൻ വന്ന മനുഷ്യൻ അവസാനം നന്നായിട്ട് എവിടെ എത്തി? തിരിച്ച് റിഫായ് ശൈഖ് തങ്ങളെ തന്നെ എത്തി. എന്നിട്ടോ അവിടുത്തെ മുരീദായി മാറി. ഇതാരും പറഞ്ഞു കൊടുക്കുന്നത് കേട്ടിയില്ല. അവിടുത്തെ ചരിത്രത്തിൽ പരിശോധിച്ചാൽ കാണും, ആ ഒരു മനുഷ്യൻ മുരീദായി മാറി, തർബിയത്ത് ചെയ്തു. കരൾ പച്ചയായതിനെ തർബിയത്ത് ചെയ്ത് നന്നാക്കി ആഖിറത്തിൽ രക്ഷപ്പെടുത്തുന്നൊരവസ്ഥയിലേക്ക്, ഉന്നത സ്ഥാനത്തേക്ക് കയറ്റുന്നവരെ എത്തി. തന്നെയുമല്ല, ഈ ഒരു ചരിത്രം ഖിയാമത്ത് ലോകത്ത് നിലനിൽക്കും. വിധേയികൾ എത്ര മാറ്റാൻ നോക്കിയിട്ടും കാര്യമില്ല, അത് ഈ ലോകത്ത് നിലനിൽക്കുക തന്നെ ചെയ്യും. കേൾക്കുന്നവർക്കൊക്കെ അതൊരു പ്രചോദനം ആണ്, പ്രവർത്തകർക്ക് പ്രചോദനമാണ്. ഖിയാമത്ത് വരുന്ന പ്രവർത്തകർക്കുള്ള പ്രചോദനവും കൂടിയാണ് മഹാനര് ചെയ്തത്. ഒരു മൃഗത്തെയും വിഷമിപ്പിക്കാറില്ലായിരുന്നു. മഹാനര് ഒരു ദിവസം വിറക് വെട്ടാൻ, ഭാര്യ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വിറക് വെട്ടാൻ പോയി. പക്ഷേ എല്ലാ മരത്തിനും വെള്ളം പാർന്നെടുത്ത് നല്ല ഉഷാറാക്കി ഇങ്ങോട്ട് വരികയും ചെയ്തു. എന്തേ വിറകില്ല എന്ന് വെച്ചപ്പോൾ ആ മരങ്ങൾ തസ്ബീഹ് ചെല്ലുന്നത് കേട്ടപ്പോൾ എനിക്കൊന്നിനെയും പരിക്ക് പറ്റിക്കാൻ തോന്നിയില്ല. റബ്ബ് തആല തുറന്നു കൊടുക്കുന്ന സമയത്ത് അള്ളാന്റെ ഔലിയാക്കൾക്കുണ്ടാകുന്ന ഒരു പ്രത്യേക സ്ഥാനമാണ്, അവസ്ഥയാണത്. എന്ത് കണ്ടാലും അവരൊക്കെ ഇബാദത്തിൽ, കാണുന്ന കല്ലുകൾ ഇബാദത്തിൽ, കാണുന്ന മരങ്ങൾ ഇബാദത്തിൽ, അതുപോലെ തന്നെ കാണുന്ന പക്ഷി മൃഗാദികളൊക്കെ തന്നെ ഇബാദത്തിൽ. അവരെ ബുദ്ധിമുട്ടിക്കാൻ കഴിയില്ല. ഒരാളും ഒരു ആരിഫീങ്ങളായ ഔലിയാക്കളും ഒരാളെയും ബുദ്ധിമുട്ടിച്ചതായിട്ട് കാണാൻ കഴിയില്ല. ഇതാണ് മടവൂർ മഹാനരും ഒരാളെയും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. അവിടെ തർബിയത്ത് ചെയ്തിട്ടേ ഉള്ളൂ. പല നിലക്കുള്ള തർബിയത്ത് ചെയ്തിട്ടുണ്ട്. അവിടെ എണ്ണിയാലൊടുങ്ങാത്ത തർബിയത്താണ്. ബഹുമാനപ്പെട്ട വഹീദ്ദീൻ ശൈഖ് തങ്ങൾ മഹാനര് ആദ്യം തന്നെ തർബിയത്ത് ചെയ്യുന്നത് എന്താണ്? കിതാബോതാൻ വേണ്ടിയിട്ട് പോവുകയാണ് കച്ചവട സംഘത്തിൻ്റെ കൂടെ. നീട്ടിപ്പരത്തി പറയുന്നില്ല, പറയാൻ സമയമില്ല. സ്വർണ്ണ നാണയം ഉമ്മ കൊടുത്ത ആ സമ്പത്തിൻ്റെ അത്ര ഈ കച്ചവട സംഘത്തിന് പോലും കയ്യിലില്ല. അത്രയ്ക്ക് അതിലേക്കാണ് കൂടുതൽ സമ്പത്ത് ഉമ്മ വസ്ത്രത്തിൻ്റെ ഉള്ളിൽ തുന്നിച്ചേർത്തി കൊടുത്തിട്ടുണ്ട്, ഒരു നിലക്കും തപ്പിയാൽ കാണാത്ത നിലക്ക്. പക്ഷേ പോകുന്ന സമയത്ത് ഉമ്മ ഒരു ഉപദേശം വെച്ചിരുന്നു. അതാണ് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത്. മക്കളെ, മോനെ, കളവ് പറയൽ ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹറാമാക്കിയിരിക്കുന്നു, കളവ് പറയരുത് കേട്ടോ. അങ്ങനെയാണ് കച്ചവട സംഘത്തെ എല്ലാം കൊള്ളസക്കം എല്ലാം പിടിച്ചെടുത്തു. അവസാനം ഈ ഒരു സാധുവായ ഒരു മുതാലിമുണ്ട്, അതിൽ ഒന്നും ഇല്ലാന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ആ കൂട്ടത്തിൽപ്പെട്ട ഒന്നിന് അള്ളാഹു തആല ബുദ്ധിയിലിട്ട് കൊടുത്ത് ചോദ്യം ചെയ്യണോ? എന്താ കാരണം? ഇവിടെ തർബിയത്ത് നടക്കുക, മഹാനരെ എടുത്തുനിന്ന് തർബിയത്ത് നടക്കുകയാണ്. ആ തർബിയത്ത്, ആദ്യത്തെ തർബിയത്ത് നടക്കുകയാണ്. അത് അതിൻ്റെ മുമ്പ് തർബിയത്ത് നടന്നിട്ടുണ്ട്, അത് വേറെ വിഷയം. കനപ്പെട്ട ഒരു തർബിയത്ത് നടക്കുകയാണ്. ചോദിച്ചപ്പോൾ എൻ്റെ എന്തുണ്ടോ എന്ന് ചോദിച്ചപ്പം പറഞ്ഞ് എൻ്റെ ഇത്രയും സ്വർണ്ണം ഉണ്ട് എന്ന്. എവിടെയെന്ന് ചോദിച്ചു. കാണിച്ചാട്ട് കൊടുത്ത് ഞെട്ടിപ്പോയി. ക്യാപ്റ്റൻ്റെ അടുത്ത് കൊണ്ടുപോയി, കൊള്ളസംഘത്തിൻ്റെ ക്യാപ്റ്റൻ്റെ അടുത്ത് ആളടക്കാട്ട് കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞ് ഇങ്ങനെ ഒന്ന് നടന്നിട്ടുണ്ടെന്ന്. കാരണം തർബിയത്തിൻ്റെ വഴികൾ അല്ലാഹു തആല തുറക്കുകയാണ്, അത് തുറന്നതാണ്. ഉടനെ ചോദിച്ചു, ഇതുവരെ പിടിച്ചെടുത്ത മുതലിനെ ഇതുമായിട്ട് ഒരു ബന്ധവും എവിടെ എത്തൂല, അത്രയും പിടിച്ചെടുത്ത മുതൽ, ഇത് അതിനത്ര കൂടുതൽ മുതലായിട്ട് കിടക്കുക. പിന്നെ അന്നേരം ചോദിച്ചു, മോനെ എന്താ ഇങ്ങനെ പറയാണ്ടായ കാരണം? ഇത് പറഞ്ഞില്ല, ഞങ്ങൾ എന്നെ തപ്പിയൊന്നുമില്ലായിരുന്നു എന്ന് ചോദിച്ച സമയത്ത് പറഞ്ഞു, എനിക്ക് എൻ്റെ ഈ സ്വർണ്ണ നാണയമല്ല വലുത്, ഇതല്ല എനിക്ക് വലുത്. എൻ്റെ റബ്ബിൻ്റെ നിർബന്ധമായ ഇബാദത്താകുന്ന കളവ് പറയരുത് എന്ന് എൻ്റെ ഉമ്മ എന്നെ പഠിപ്പിച്ചു തന്നു. എനിക്ക് ആ കളവ് പറഞ്ഞ എൻ്റെ റബ്ബിൻ്റെ അടുത്ത് മാനം കെടുന്നതിനെ കാണാൻ നല്ലത്, തെറ്റുകാരനാവുന്നതിനെ കാണാൻ നല്ലത് എനിക്ക് എൻ്റെ സ്വർണ്ണ നാണയം പോയിക്കോട്ടെ. അതുകൊണ്ടാണ് എന്നോട് ചോദിച്ചപ്പോഴത്തേക്കും എൻ്റെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്.
ക്യാപ്റ്റന് ബുദ്ധിയിലായിട്ട് കയറി, എല്ലാവർക്കുമായിട്ട് കയറി. അവസാനം എന്തായിപ്പോയി? ഒരു നന്നായി മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങളുടെ മുരീദുമാരായി ലോകം കണ്ടിൽ വെച്ച് ഏറ്റവും വലിയ പണ്ഡിതന്മാരും ആരിഫീങ്ങളുമായി അവർ മാറിയെങ്കിൽ മഹാന്മാരായ ആളുകളുടെ തർബിയത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നത് കാണുമ്പോഴത്തേക്ക് കണ്ടില്ലേ 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 എന്ന് ദൂരെ നിന്ന് വിളിച്ചു പറഞ്ഞാണ്ട് അവർ ഈമാൻ നഷ്ടപ്പെടുത്താൻ പോണ്ട. വിധേയികൾ അങ്ങനെ പലതും വിളിച്ചു പറയും. മടവൂർ മഹാനരെ പറ്റി പലതും വിളിച്ചു പറഞ്ഞവരുണ്ട്. അവരതൊന്നും കേട്ട് നിങ്ങൾ കുടുങ്ങിപ്പോവണ്ട. അവരുടെ തർബിയത്ത് അത്ര വലുതാണ്. ഏതായാലും ഈ തർബിയത്ത് ആണ് റിഫായി ശൈഖ് തങ്ങൾ ചെയ്തത്. ഇത് 1, 2, 10, 100, 10,000 കോടിയുമെന്നല്ല പറയാനുള്ളത്. പക്ഷെ പറഞ്ഞു തീർക്കാൻ കഴിയില്ല. മഹാനുടെ പേരിൽ നമ്മൾ ഫാത്തിഹ ഓതിയാൽ അല്ലെങ്കിൽ അവിടത്തേക്ക് സലാത്ത് ചൊല്ലി ഹദിയ ചെയ്താൽ അവരുടെ സഹായം എപ്പോഴും ഉണ്ടാവും, യാതൊരു സംശയവുമില്ല. അങ്ങനെ എല്ലാ മഹാന്മാരുടെയും സ്ഥിതി അത് തന്നെയാണ്. മടവൂരിലേക്ക് നിങ്ങൾ സലാത്ത് ചൊല്ലി ഹദിയ ചെയ്തു നോക്കൂ. നമ്മൾ വിഷമിക്കൂല. എന്നാൽ കണ്ടമാനം ഇസ്സത്ത് കിട്ടിയിട്ട് കണ്ടമാനം പണക്കാരനായിട്ട് നമ്മുടെ കെബറ് വന്നു പോയിട്ട് കൽബ് നശിക്കാനും അനുവദിക്കൂല. കാര്യങ്ങൾ നടത്തിത്തരും. കിബർ വരാതെ കൽബിനെയും ശ്രദ്ധിക്കും. ആഖിറത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. അതാണ് സ്ഥിതി ചെയ്യേണ്ടത്. അതേ അവസരത്തിൽ നമ്മൾ കോടിക്കണക്കിന് ഉറുപ്പ്യൻ്റെ കച്ചവടം നടക്കണം. മടവൂർ ശൈഖിൻ്റെ പേരിലേക്ക് 1000 ഉറുപ്പ്യ അല്ല 10,000 ലക്ഷം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആഖിറം നന്നായി കിട്ടണം. അതും കൂടി അവർ നടത്തിത്തരും. നമുക്ക് ദുനിയാവിൽ ജീവിക്കാൻ ആവശ്യമായത് അവിടുന്ന് തരും. കഷ്ടപ്പെടുത്തൂല. ഒരാളെ മുമ്പിലും മാനം കെടുത്തൂല. അത് അവർ രക്ഷപ്പെടുത്തുമെങ്കിൽ നമുക്ക് കിട്ടേണ്ടത് നാളെ ആഖിറമാണ്. അത് തരുകയും ചെയ്യും. അതാണ് റിഫായി ശൈഖ് തങ്ങളുടെയും അവിടുത്തെ പേരിൽ കോഴി നേർച്ചാക്കിയാൽ അവരോടുള്ള അടുപ്പമായി. നമ്മളൊരു വിഷയത്തിൽ ഒരു കോയിനെ നേർച്ചാക്കിയിട്ട് മടവൂർ മഹാനർക്ക് നേർച്ചാക്കിയിട്ട് അങ്ങനെ ആ നേർച്ചാക്കിയാട്ടെ അല്ലെ അവരുടെ പേരിലേക്ക് നട പറഞ്ഞാൽ മതി. അത്രയേ ഉള്ളൂ. ഞാൻ നേർച്ചയാക്കും. അവർക്ക് നട പറഞ്ഞാൽ പിന്നെ അത് മൗലിദ് ഓദിച്ചതിന് ശേഷം ഒരു കിതാബ് ഓതാൻ കഴിവുള്ള മൗലിദ് ഓതാൻ കഴിവുള്ള പണ്ഡിതനെ കൊണ്ട് മൗലിദ് ഓദിച്ചതിന് ശേഷം എല്ലാവരും കൂടെ ഇരുന്ന് തിന്നുന്നു. അല്ലെങ്കിൽ തിന്നതിന് ശേഷമാണ് മൗലിദ് ഓതേണ്ടത്. ഏതോ ആവട്ടെ. അപ്പം അവരോടുള്ള മാനസിക അടുപ്പമാണ് അതിൽ നിന്ന് ഉണ്ടാകുന്നത്. മനസ്സുകൊണ്ട് അവരിലേക്ക് അടുക്കുന്നു. അവർ നമ്മളിലേക്കും അടുക്കുന്നു. റബ്ബിലേക്ക് ഒരുത്തൻ അടുത്താൽ, സുന്നത്തായ ഇബാദത്ത് കൊണ്ട് റബ്ബിലേക്ക് ഒരുത്തൻ അടുത്താൽ റബ്ബ് ഇങ്ങോട്ട് അടുക്കുന്നു. റബ്ബ് തആല തന്നെയാണ് ഖുദ്സിയായ ഹദീസിലൂടെ പറഞ്ഞു തന്നത്. ഇതേ ഒരു അവസ്ഥ തന്നെയാണ് ഏതൊരു മനുഷ്യനോടും. നമ്മൾ ഏതോ ഹറാമ് ചെയ്തും കൊണ്ടേ നിൽക്കുന്ന ആളെ നമ്മൾ അവരോട് അങ്ങോട്ട് ആകൃഷ്ടനായാൽ അവർ നമ്മളിലേക്കും ആകൃഷ്ടനായി നമ്മെ നരകക്കുണ്ടിലേക്കിടും. ഒരു ബിദഈനോടങ്ങാനും നമ്മൾ മാനസികമായിട്ട് ആകൃഷ്ടനായാൽ അവർ നമ്മളിലേക്ക് ഇങ്ങോട്ടും അടുക്കും, നരകക്കുണ്ടിൽ കൊണ്ടുപോയി ഇട്ടുതരും. യാതൊരു സംശയവുമില്ല. അങ്ങനെ ഹറാമ് ചെയ്യുന്ന ആളുകൾ അവരിലേക്ക് നമ്മൾ അടുക്കരുത്. പകരം മഹാന്മാരായ ആളുകളിലേക്ക് അടുക്കണം. ആ മഹാന്മാരായ ആളുകളെ തെരഞ്ഞെടുത്തിട്ട് പല ആൾക്കാരും കഷ്ടപ്പെടുന്നത് കാണാം. തെറ്റാണ് മക്കളെ. ബഹുമാനപ്പെട്ട ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു തരുന്നു, നിങ്ങൾ മരിച്ചോലെ പിടിച്ചോളി. അവരിനി പഴയ്ക്കൂല. പഴച്ചവൻ നന്നാവൂല. ജീവിച്ചിരിക്കണവനെ പഴച്ചു പോകാം. യാതൊരു സംശയമില്ല. പയക്കുകയും ചെയ്യുക, പയക്കാതിരിക്കുകയും ചെയ്യുക. മരിച്ചോലെ പിടിച്ചോളി എന്ന്. അതിനാണ് നമ്മൾ മഹാന്മാരായ ആളുകളെ, നമ്മൾ മരിച്ചുപോയ വഫാത്തായിപ്പോയ മടവൂർ മഹാനരെ വിളിക്കുന്നു, ബദരീങ്ങളെ വിളിക്കുന്നു, മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങളെ വിളിക്കുന്നു, റിഫായി ശൈഖ് തങ്ങളെ വിളിക്കുന്നു, മമ്പർ തങ്ങൾ പാപ്പനെ വിളിക്കുന്നു. എന്തേ കാരണം? ഇനി അവർ പഴയ്ക്കൂല. അവരുടെ കാലഘട്ടം, ദുന്യവിയായ കാലഘട്ടം കഴിഞ്ഞുപോയി. ഇതാണ് ബഹുമാനപ്പെട്ട മമ്പർ തങ്ങൾ പാപ്പ ഒരു സംഭവം കാണിച്ചു. കാരണം മുത്തുപ്പേട്ടയിലേക്ക് ഒരു കത്തെഴുതി. അങ്ങനെ ഒരു വന്ധ്യവൻ്റെ കയ്യിലാണ് കൊടുത്തുവിട്ട് കത്ത് അവിടെ കൊണ്ടിടാൻ പറഞ്ഞു. തിരിച്ച് ഇങ്ങോട്ടും കത്ത്, അവിടെ നിന്ന് ഇങ്ങോട്ടും കിട്ടി കത്ത്. എന്താ കത്ത്? അവിടെ നിൽക്കുമ്പോൾ കൈ കിട്ടിയാന്ന് പറഞ്ഞു. ഇത് എഴുതിയ തിരിയൂല. അപ്പോൾ എഴുതിയ തിരിയൂല. അങ്ങനെ പിന്നെ തിരിച്ച് ഇങ്ങോട്ട് കത്ത്. എന്താണെന്നറിയോ? അവിടെയൊക്കെ പലതും നടക്കുന്നുണ്ടെങ്കിൽ അത് നോക്കാൻ നിങ്ങളെ ഉത്തരവാദിത്തമുണ്ട്. ഞങ്ങളെ കാലഘട്ടം കഴിഞ്ഞു. ഞങ്ങളെ ശരീഅത്ത് നടപ്പാക്കുന്ന കാലഘട്ടം ഞങ്ങളുടെ കഴിഞ്ഞാണ്. ഞങ്ങൾ ആ മേഖലയിലല്ല ഉള്ളത്. അതുകൊണ്ട് അത് വേണേ നോക്കിക്കോളോ. തിരിച്ചങ്ങോട്ടും കത്ത് മമ്പർ തങ്ങൾ പാപ്പക്ക് ഇങ്ങോട്ട് പറഞ്ഞെടുത്തത് ഇങ്ങനെ. അപ്പം അത് ഹയാത്തിലുള്ളവരുടെ ഉത്തരവാദിത്തമാണ്. പല ആൾക്കാരും പറയാറുണ്ട്, എന്തായി ആ മക്കാമിൻ്റെ മോൾ കാക്കച്ചി ഓടിയിട്ട് എന്തായി തടുക്കാൻ കഴിയാഞ്ഞാണ്. അത് തടുക്കേണ്ട ഉത്തരവാദിത്തമുള്ള വേറെ ആളുണ്ട്. ഒരു ചെയ്തോളണം. ഒരു ചെയ്തില്ല പോലെ സൃഷ്ടിക്കും. അത് വേറെ വിഷയം. അതൊക്കെ അതിലേക്കൊന്നും തസവുഫിൻ്റെ വിഷയം പറയുമ്പോൾ അത് കുറച്ചുകൊണ്ടൊന്നും നടക്കൂല. അപ്പം പിന്നെ നമുക്ക് ചെയ്തു തരണോ? നമുക്ക് ചെയ്തു തരാനുള്ള കഴിവുണ്ട്, ഉത്തരവാദിത്വമുണ്ട്, അധികാരമുണ്ട്. അള്ളാഹു തആല കൊടുത്തതാണ്, ചെയ്തു തരുന്നുണ്ട്. പിന്നെന്താ സ്വന്തം മക്കാമിൽ കാക്കച്ചൂറിയിട്ട് അത് നോക്കണം, കൂലി വാങ്ങിക്കോളണം റബ്ബിനോട്. അപ്പം അതുകൊണ്ട് മഹാനായ റിഫായി ശൈഖ് തങ്ങൾ അവരുടെ പേരിൽ നമ്മൾ വീട്ടിൽ
ഒരു കോയിനെ ഉദ്ദേശിച്ചങ്ങ് വെച്ചാൽ, ഉദ്ദേശിച്ച് കോയിനെ വെച്ചാൽ, അല്ലെങ്കിൽ ആടുംകുട്ടീനെ വെച്ചാൽ, അങ്ങനെ തുടങ്ങിയിട്ട് എന്തെങ്കിലും ഉദ്ദേശിച്ച് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കുറച്ച് സമ്പത്തെടുത്ത് വെച്ചിട്ട് അത് മൗലിദ് ഓതിക്കാൻ അത് ഉപയോഗിക്കുക. എന്നാൽ നമ്മൾക്ക് അന്യമൃഗങ്ങളുടെ ബുദ്ധിമുട്ട് വരൂല. അങ്ങനെ തന്നെ മറ്റു ഭാഗത്തുനിന്ന് വരുന്ന ഒരു ബുദ്ധിമുട്ടും വരൂല. അതെല്ലാം മഹാനർ തടയുക തന്നെ ചെയ്യും. പക്ഷേ മഹാനരുടെ പേരിൽ ഒന്നുണ്ടായാൽ മൃഗങ്ങളുടെ പരമ്പര ഇന്ന് വരെയുള്ളവർ എല്ലാവരും സ്നേഹിക്കും. കാരണം എന്തേ? സ്വന്തം വർഗത്തിൽപ്പെട്ടവരാണ് അന്ന് സംരക്ഷിച്ചു കൊണ്ടുവന്നത്. അങ്ങനെ തുടങ്ങിയിട്ട് ഒരു മൃഗത്തിൻ്റെയും ഏജന്തുക്കളുടെയും അങ്ങനെ തുടങ്ങിയിട്ട് ഒരു സാധനം ആകാശത്തുനിന്ന് ഇറങ്ങുന്നതും ഭൂമിയിൽ നിന്നുണ്ടാകുന്നതുമായ ഒരു സർറും നമ്മളിലേക്ക് വരൂല. അത് വിചാരിച്ച് നമുക്ക് ഒന്നായിട്ട് ഈ പഞ്ചായത്ത് ഒന്നായിട്ടിൻ്റെ കയ്യിൽ കിട്ടണമെന്ന് വെച്ച് നേർച്ചാക്കണ്ട, അവർ തരികയില്ല. കാത്തുക്കണ്ട. കാരണം എന്താ അറിയോ? നിങ്ങളെ ഇസ്സത്തിന് ഒരിക്കലും കുറയ്ക്കൂല. കിബർ കൂടിയിട്ട് നിങ്ങളെ നശിപ്പിക്കാനും അവരനുവദിക്കൂല. അപ്പം ആവശ്യമുള്ളത് തരും. എന്തെങ്കിലുമൊക്കെ കിട്ടണമെന്ന് പറഞ്ഞ് നേർച്ചാക്കിയുണ്ട്, അത് നിങ്ങൾക്ക് വെറുതെയാണ്, കിട്ടാൻ പോകുന്നില്ല. അങ്ങനത്തെ ഒരു തെറ്റായ മാർഗത്തിലേക്ക് നയിക്കുന്ന ഒരവസ്ഥയെ അവർ തടയുക തന്നെ ചെയ്യും. അവരുടെയിലേക്ക് നിത്യം ഫാത്തിഹ ഓതുക. അവരുടെ നേരിലേക്ക് നടത്തത്തിൽ നടക്കുന്നതാണ് മഅബദത്തൈനി. ഓതാൻ കഴിയും, ഫാത്തിഹ ഓതാൻ കഴിയും, സലാത്ത് ചൊല്ലാൻ കഴിയും. നടത്തത്തിൽ ഒരു യാത്ര പോകുന്നതിൻ്റെ തുടക്കം മുന്നായിട്ട് താത്ത ഒരുങ്ങണ സമയത്ത് റിഫായ് സൈകങ്ങളിലേക്ക്, അല്ലെ മൈദീൻ സൈകങ്ങളിലേക്ക്, അല്ലെ മടവൂരിലേക്ക് ഫാത്തിഹ ഓതിയിട്ട് കുറച്ച് ഇഖ്ലാസും അങ്ങ് ഓതുക, കുറച്ച് സലാത്തും അങ്ങ് ചെല്ലുക. നമ്മൾ എവിടെയും പരാജയപ്പെടൂല, കുടുങ്ങൂല. വെറുതെയാണ് നമ്മൾ കുടുങ്ങൂല എന്ന് മാത്രം പറഞ്ഞ് റിഫായ് സൈഖ് തങ്ങളുടെ തർബിയത്ത്, അവരുടെ ദീനീ ദഅവ ചെറുതല്ല, ഒന്നും രണ്ടും ഒന്നല്ല, വലിയൊരു ദിക്റിൻ്റെ സദസ്സ്. അവിടെ വെച്ച് അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരാളുണ്ട്. മനുഷ്യൻ നേതൃത്വം കൊടുക്കുന്നിട്ട് എല്ലാവരും നല്ല ആവേശത്തിലും ഉള്ളു തുറന്ന് ദിക്റിങ്ങനെ ചെല്ലുന്ന സമയത്താണ് നേതൃത്വം കൊടുക്കുന്ന ആൾ. അന്നേരം മുതഅല്ലിമാണ് റിഫായ് സൈഖ്. നേതൃത്വം കൊടുക്കുന്ന ആളെ ചെന്നിട്ട് ഒറ്റ ദഫൂസും കൊണ്ട് വാങ്ങി ചാപ്പിട്ടിയായിട്ട് പൊളിച്ചാട്ട് എറിഞ്ഞാൽ ദഅവയാണ്. വിചാരിക്കേണ്ട തെറ്റാചയം ദഅവയാണ്. എല്ലാവർക്കും ദേഷ്യം വന്നു. മനസ്സ് മറന്നിട്ട് ശരീരം മറന്ന് ദിക്റ് ചെല്ലുകയാണ് ഇദ്ദേഹത്തിൻ്റെ ആ രാഗം കേട്ടിട്ട്. ഈ സമയത്താണ് ഈ ഒരു പ്രവർത്തനം കാണുന്നത്. എല്ലാവരും കൂടി അടുത്ത് തിരിഞ്ഞവൻ പറഞ്ഞ് അയാളോട് തന്നെ ചോദിച്ചു നോക്കിയാണ്. അന്നേരം അയാൾ എവിടെയായിരുന്നു നോക്കണേ, പോയി അന്വേഷിച്ച് നോക്കണേ പറഞ്ഞ്. അതിൻ്റെ തലേ ദിവസം എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഒരു മദ്യപാന സദസ്സിലും ഇയാൾ രാഗം ആലപിച്ചിട്ടുണ്ട്. ഇത് ഓർത്തു ഇയാൾ ഓർക്കുന്നത് ഇപ്പം എന്താ? അതിനാണ് റിഫായ് സൈഖങ്ങളും അരയ്ക്ക് വന്നത്. എന്നിട്ട് ഒതുക്കാനാ വേണ്ട തമ്മാടിത്തരത്തിന് പോയിങ്ങാണ്ട് ഇതിനും ഉപയോഗിക്കരുത്. അന്നേരം തിരിഞ്ഞത് ഇത് ഹൃദയത്തിൽ തലേന്നുള്ള ആട്ടം, സദസ്സ് എന്നുള്ള ആട്ടം ഓർത്തതാണ്. അതാണ് മഹാന്മാരായ ആളുകളുടെ തർബിയത്ത്. അത് ചെറുതല്ല. മൊഹീദ്ദീൻ സാഹിബ് തങ്ങൾ തർബിയത്ത് ചെയ്ത് നമുക്കറിയാം, പറഞ്ഞു തീർക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ മടവൂർ മഹാനെ തർബിയത്ത് ചെയ്തു. സുലൈമാൻ മുസ്ലിയാർ പുതിയക്കൽ തർബിയത്ത് ചെയ്തു. മമ്പറം തങ്ങൾ പാപ്പ തർബിയത്ത് ചെയ്തു. തർബിയത്ത് പല രൂപത്തിലുണ്ട്, പറഞ്ഞു കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് സന്ദർഭോചിതമായിട്ട് ഓരോന്ന് നമുക്ക് പറയാം. അവരുടെ തർബിയത്താണ്, അവരുടെ ദഅവയാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ തന്നെ. റിഫായി റാത്തീബ് നമുക്കറിയാം. ഇൻഷാ അല്ലാഹ് അത് ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തങ്ങളിൽ നിന്ന് വരുന്ന തരീഖത്താണത്. റിഫായി റാത്തീബ് ആ കൈപിടുത്തം അവിടുന്ന് വന്നതാണ്. അതുകൊണ്ടാണ് കത്തി കൊണ്ട് കുത്തിയിട്ട് രക്തം ഒലിക്കുന്ന ഭാഗത്തേക്ക് നേതൃത്വം കൊടുക്കുന്ന ഈ കൈയുടെ പാരമ്പര്യമുള്ള തെരീക്കത്തുള്ള ആ ഒരു മനുഷ്യൻ, നേതൃത്വം കൊടുക്കുന്ന മനുഷ്യൻ ആ മുറിയിൽ കൈ വെക്കുമ്പോൾ രക്തം നിൽക്കുന്നു, വിഷമം തീരുന്നു. അതേ ദിവസം പല മതക്കാരും ചെയ്യുന്നുണ്ട്. അവർ നേരെ മരുന്ന് വെക്കുകയാണ്. ഇത് മരുന്ന് കൈവെക്കൽ മാത്രമാണ്. അങ്ങനെ തന്നെ അവർ അസുഖപ്പെടുകയും ചെയ്യുന്നു. പിന്നെയും അവരെ പണിക്ക് പോകുന്ന കത്തിയെടുത്ത് കുത്തുക തന്നെ ചെയ്യുന്നു. ഇതിൻ്റെ കാരണം ആ കൈ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തങ്ങളിൽ നേരെ വന്നതാണ്. ആ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തങ്ങൾ കേർന്ന് കിട്ടിയ കൈ, യുദ്ധത്തിൽ കണ്ണ് തൂങ്ങിപ്പോയ സഹാബത്തിന്റെ കണ്ണ് അങ്ങോട്ട് തന്നെ വെച്ചു കൊടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈ, ആ കൈയിലൂടെയാണ് ഈ കൈ വന്നത്. അതാണ് റിഫായി സൈഖ് തങ്ങളിൽ നിന്നെത്തിയപ്പോൾ ആ കാലഘട്ടത്തിൽ ദീനിന് എന്താണെന്ന് കാണിച്ചു കൊടുക്കണം. ദീനിൽ ഫസാദ് പൊട്ടിമുളയ്ക്കുന്ന ഒരു സന്ദർഭം, അന്നേരത്തെ വിധേയികൾ കുഴപ്പമുണ്ടാക്കുന്ന ഒരു സന്ദർഭം. ഈ സന്ദർഭത്തിൽ നേരായിട്ട് കാണിച്ചു കൊടുത്തു. കഴുത്തെടുത്താട്ടും കത്തിയെടുത്താട്ടും മുറിച്ചാട്ട് കാണിച്ചു കൊടുത്തു. തീ കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തു. തീ കൊണ്ട് പൊള്ളാത്തത് കാണിച്ചു കൊടുത്തു. അപ്പം മരുന്ന് കിട്ടിയാൽ അന്ന് മരുന്നിട്ടുമല്ലോ.
അന്ന് മരുന്നാർക്കും കിട്ടൂല. എന്നാൽ അന്ന് കാണിച്ചു കൊടുത്തു. എന്തേ കാരണം? ഇത് നടക്കുന്നത് തന്നെയാണ്. ആ തീ പൊള്ളിക്കാതിരിക്കാനുള്ള കഴിവ് മരുന്നിനും ഉണ്ട്. അതേപോലെ തന്നെ ഒരു മഹാന്മാരായ ആളുകൾക്കും ആ കഴിവ് തന്നെ അള്ളാഹു തആല കൊടുത്തു. അതിനേക്കാണ് പവറുള്ള കഴിവാ കൊടുത്തത്. ഇത് നേരെ കാണിച്ചു തന്നു. ദീനി ദഅവ നടത്തിയെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, റിഫായി ശൈഖ് തങ്ങളെ നമ്മൾ ഒരിക്കലും മറന്നു കളിക്കരുത്. ഒരു മഹാന്മാരെയും മറക്കരുത്. വിധേയികളുടെ പ്രസംഗം കേട്ട്, യൂട്യൂബിലൂടെയും മറ്റും വിധേയികളുടെ പ്രസംഗം കേട്ട് തെറ്റിദ്ധരിക്കേണ്ട, മുറുകെ പിടിച്ചോളൂ. ദുനിയാവും ആഖിറവും രക്ഷപ്പെടുമെന്നേ നമുക്ക് പറയാനുള്ളൂ. ഈ വിധേയികൾ അബ്ദുല്ലാഹി ഇബ്നു സലൂലിനെ പോലെ ഫിത്നയുണ്ടാക്കാൻ ഇറങ്ങിത്തിരിച്ച ഫിത്ന കൊള്ളികളാണ് അവരുടെ ചതിയിൽ ഒരിക്കലും പെട്ടുപോകരുത് എന്ന് മാത്രം ഉണർത്തി നമ്മൾ മഹാന്മാരെ മുറുകെ പിടിക്കണേ എന്ന് ഈ സാധുവായ ഞാൻ എന്നോടാണ് പറയുന്നത്. അതിലെ സ്വർക്കായിപ്പോയിന്നേ ഉള്ളൂ. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കട്ടെ. നിർത്തട്ടെ.